it's me Rahul. Welcome to Rich Chart Talks. Hi, how was the day, bros? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേ? എനിക്ക് ലോസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ലോസ് ആയി. ഒരു 4,000 rupees ലോസ് ആയിരുന്നു. ലോസ് വന്നത് എവിടെയാന്ന് വെച്ചാല് നമ്മുടെ ഒരു സൊനാകോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റേ F1 ചെയ്തത് സൊനാകോംസ്. അതിലാണ് എനിക്ക് ലോസ് വന്നത്. നോ പ്രോബ്ലം. ലോസ് വരും പോകും. അത് നമ്മുടെ പാർട്ട് ഓഫ് ട്രേഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് നാളത്തെ അനാലിസിസിലോട്ട് പോവാം. ഒരു മൾട്ടി ഫ്രെയിം തന്നെ നമുക്ക് ചെയ്യാം. നമ്മുടെ മുന്നിൽ കാണുന്നത് ഇപ്പം മന്ത്ലി ചാർട്ടാണ് നിഫ്റ്റിയുടെ. ഓക്കെ, മന്ത്ലി ചാർട്ട് നോട്ട് ബാഡ് അല്ലെ, കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് മന്ത് ഓക്കെയാണ്. ഏകദേശം അതിന്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ലാസ്റ്റ് മന്തിന്റെ മുകളിലാണ് അല്ലെ, കാണുന്നുണ്ടല്ലോ. ലാസ്റ്റ് മന്തിന്റെ മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നിഫ്റ്റി മന്ത്ലി ചാർട്ടിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഈസ് ഇൻ പ്യൂർ അപ് ട്രെൻഡ് അല്ലെ. ജസ്റ്റ് നമുക്ക് വീക്കിലിയിലോട്ട് പോവാം. വീക്കിലിയിൽ ലാസ്റ്റ് വീക്കിന്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. മീൻസ് ബോഡിയുടെ മുകളിലാണ് വീക്കിന്റെ ഇടയിലും. പക്ഷെ വീക്ക് ക്ലോസ് ആയിട്ടില്ല. അതുകൊണ്ട് വീക്കിലി നമുക്ക് മൂവ്മെന്റ് ഒന്നും ഇല്ല. കാരണം മന്ത്ലി ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട് ലാസ്റ്റ് മന്ത്. ഈ വീക്കിലി ഇപ്പൊ റണ്ണിങ് ആണ്. വീക്കിലി നോക്കുമ്പോൾ ഫ്രൈഡേ ആകുമ്പോഴേ പറയാൻ കഴിയുള്ളൂ വീക്കിലി എന്തായിരിക്കും നിഫ്റ്റിയുടെ മൂവ്മെന്റ്. ഓക്കെ, ചെറിയൊരു പുൾ ബാക്ക് പോലെ തോന്നുന്നുണ്ട് നിഫ്റ്റി വീക്കിലിയില്. ഓക്കെ, നമുക്ക് ഡേ വ്യൂ എന്താ നോക്കാം. ഡേ വ്യൂവിൽ എന്താണ് നിഫ്റ്റി? ഓക്കെ, ഡേ വ്യൂവില് നിഫ്റ്റി കുറച്ച് പ്രോബ്ലം ആണ് അല്ലെ. ഡേ വ്യൂവില് നിഫ്റ്റി ഒന്ന് പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച്. അതായത് ലാസ്റ്റ് ഡേയുടെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിഫ്റ്റി ഓൾറെഡി നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോയിട്ടില്ല. പക്ഷെ നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് ആണ്. മേ ബി ഒരു പുൾ ബാക്ക് ചെയ്യുമായിരിക്കും. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റ് ഫിയർ ഉണ്ട്. ഒരു ടെമ്പററി ഫിയർ ഉണ്ട്. പെർമനന്റ് ഫിയർ അല്ല, ടെമ്പററി ഫിയർ ഉണ്ട്. അതൊരു റീസൺ ആയിരിക്കാം. പിന്നെ ബാങ്കിങ് സെക്ടർ ഒക്കെ ഭയങ്കര മോശമാണ്, അതൊരു റീസൺ ആണ്. അങ്ങനെ പിന്നെ ഒരുപാട് റിസൾട്ട്സ് വരുന്നുണ്ട്. Q4 റിസൾട്ട്സിന്റെ ടൈമാണ്, അതൊരു റീസൺ ആണ്. നല്ല റിസൾട്ട് വന്നില്ലെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡേ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഡേ ലോയും ഹൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോ ട്രേഡ് സോൺ ആദ്യം തന്നെ നമുക്ക് നമുക്ക് കൺഫേം ചെയ്ത് വെക്കാം. ഇതാണ് നോ ട്രേഡ് സോൺ. ഓക്കെ, ഈ സോണിൽ നമ്മൾ ട്രേഡ് ചെയ്തില്ല. 24,500 മുകളിൽ പോവാതെ നമുക്ക് ട്രേഡ് ചെയ്യുന്നില്ല. മുകളോട്ട് താഴോട്ടാണെങ്കിലോ 24,300 താഴോട്ട് വരാതെ നമ്മൾ ട്രേഡ് ചെയ്തില്ല. അപ്പൊ നമുക്ക് 1 hour വ്യൂയിലോട്ട് പോവാം. വാട്ട് ഇസ് 1 hour വ്യൂ? ഓക്കെ, അപ്പൊ 1 hour വ്യൂയിൽ അറിയാലോ നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പം നിഫ്റ്റി ആക്ച്വലി ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നോ. നിഫ്റ്റിയുടെ കേസിൽ അവിടുന്ന് ബ്രേക്ക് ചെയ്യാണെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാല് നിഫ്റ്റി ഇവിടെ വരെ ചിലപ്പോൾ ഒരു ഫോള് തരുമായിരിക്കും. പക്ഷെ ഇവിടുന്ന് നിഫ്റ്റി പിന്നെയും മുകളോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ഗ്യാപ് ഡൗണിലൊക്കെ ഓപ്പൺ ആകുകയാണെങ്കിൽ 24,240 താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നിഫ്റ്റിയുടെ നാളത്തെ വ്യൂ. നാളത്തെ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യണ്ട. കാരണം ഇറങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് കയറി തന്നെ ലോസ് കാണിക്കും. പക്ഷെ ഈ ഒരു സപ്പോർട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് ട്രേഡ് ചെയ്യാം അപ് ടു ദിസ് ഏരിയ. ഓക്കെ, 23,800 850 ഈ ഏരിയ വരെ നിഫ്റ്റി നമുക്ക് നാളെ ട്രേഡ് ചെയ്യാം. അതായത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. അതിന് മുന്നേ ചെറിയൊരു സപ്പോർട്ട് വേണ്ടി ഇടയ്ക്ക് വരുന്നുണ്ട് നിഫ്റ്റിക്ക്. 24,100 വരുന്നുണ്ട്. ഓക്കെ, അത് T1 ആയിട്ട് നമുക്ക് എടുക്കാം. T2 ആയിട്ട് 23,800 എടുക്കാം. അപ്പൊ ഈ ഒരു രണ്ട് സോണാണ് താഴോട്ടുള്ളത്. മുകളോട്ട് ഞാനിപ്പോ പറയുന്നില്ല, കാരണം മുകളോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. മുകളോട്ട് പോവാണെങ്കിൽ തന്നെ 24,500 മുകളിൽ ഒരു ഷാർപ്പ് ക്ലോസ് തരണം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 25,100 അല്ലെങ്കിൽ 24,700 24,800 മൂവ്മെന്റ് ഒക്കെ മുകളോട്ട് കാണാൻ കഴിയും. വേണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഇപ്പൊ താഴോട്ടുള്ള മൊമെന്റ് നോക്കാം. മേ ബി ഇപ്പം ഒരു ഷോർട്ട് ടൈമിലോട്ട് നിഫ്റ്റി താഴോട്ട് വരാനാണ് ചാൻസ്. അപ്പൊ നിഫ്റ്റിനെ നമുക്ക് 24,240 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 250 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് ട്രേഡ് ചെയ്യാം. 24,100 23,800 ഓക്കെ 850 ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ വ്യൂ. ബാങ്ക് നിഫ്റ്റി നോട്ട് ഗുഡ്. നമുക്ക് മന്ത്ലി ചെന്ന് മനസ്സിലാവും. ഓക്കെ, മന്ത്ലി ചാർട്ട് എടുക്കാം.
മന്ത്ലി ഓക്കെ, മന്ത്ലിയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ലാസ്റ്റ് മന്തിന്റെ ഒരു കാൽഭാഗം തിരിച്ചു വന്നു, മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല, താഴോട്ടാണ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി. അപ്പം മന്ത്ലി തന്നെ ഒരു വീക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അല്ലെ. വീക്ക്ലി നോക്കിയാലോ, വീക്ക്ലിയിൽ നോക്കിയാൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് വീക്കിന്റെ സപ്പോർട്ടിൽ വന്നിരിക്കുകയാണ്. അതായത് ലാസ്റ്റ് വീക്ക് ഓൾറെഡി ബ്രേക്ക് ചെയ്തു, അതിന്റെ മുന്നത്തെ വീക്കിന്റെ സപ്പോർട്ട് ആ ഒരു മേജർ സപ്പോർട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഡേയിൽ നോക്കാം നമുക്ക്. ഡേ അപ്പൊ ഡേയില് ബാങ്ക് നിഫ്റ്റിക്ക് ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ഫോൾ കാണുന്നുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ ലോയും മാർക്ക് ചെയ്ത് നോക്കാം നമുക്ക്. നോ ട്രേഡ് സോൺ ഓൾറെഡി നമുക്ക് അറിയാം. നോ ട്രേഡ് സോൺ ഓൾറെഡി നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ 15 മിനിറ്റ്സിലോട്ട് വരാം. 15 മിനിറ്റ്സ് 1 അവർ. ഓക്കെ, 15 മിനിറ്റ്സിലോട്ട് വരാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഉണ്ടോ? ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഒരു നാളെ ഒരു ബ്രേക്ക് തരികയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫോൾ താഴോട്ട് കാണാൻ കഴിയും. സപ്പോർട്ട് ഒന്നുമില്ല ബാങ്ക് നിഫ്റ്റിക്ക്. നേരെ ബാങ്ക് നിഫ്റ്റി താഴെ വരും. ഓക്കെ, ഈവനിങ് ആകുമ്പോഴത്തേന് ഈ 52,000 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലോട്ട് ബാങ്ക് നിഫ്റ്റിക്ക് വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റി നാളെ നിഫ്റ്റി ഈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നാളെ ഒന്നും കൂടെ സേഫ് ട്രേഡിംഗ് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിഫ്റ്റി ഇന്ന് രാവിലെ മുതലേ ഒരു റേഞ്ചിൽ കളിച്ചിട്ട് വൈകുന്നേരം ചെറുതായിട്ട് ഒരു പുഷ് ബാക്ക് തന്നെങ്കിലും നിഫ്റ്റി വലുതായിട്ട് താഴോട്ട് പോന്നിട്ടില്ല. പക്ഷെ ബാങ്ക് നിഫ്റ്റി രാവിലെ മുതലേ ഒരു താഴോട്ടുള്ള ഫീൽ കാണിക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് ഓഫ് ബറോദ റിസൾട്ട് വന്നായിരുന്നു, വളരെ മോശമായിരുന്നു. അങ്ങനെ അത് ഓൾറെഡി ലോ സർക്യൂട്ട് ഒക്കെ അടിച്ചു ബാങ്ക് ഓഫ് ബറോദ. അപ്പം ഇന്നലെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഒരു ബാങ്ക് തന്നെയാണ് ഒന്ന് മുകളിലോട്ട് നിന്നത്, ബാക്കി എല്ലാം താഴോട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു എന്താ തീരെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു ഫീലാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുള്ളത്. സോ ബാങ്ക് നിഫ്റ്റി വിൽ കം ഡൗൺ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം. 5 മിനിറ്റ്സ് തന്നെ എൻട്രി കൊടുക്കാം. 5 മിനിറ്റ്സിൽ ഒരു ബ്രേക്ക് വന്നിട്ട് ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് 9:25 ക്യാൻഡിൽ തന്നെ ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാം. ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഈ റേഞ്ച് വരെ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ എക്സ്പെക്ട് ചെയ്യാം, 52,000 വരെ. അപ്പം ഇതാണ് നിഫ്റ്റി ബാങ്കിന്റെ നാളത്തെ വ്യൂ. എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.